നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. നല്ല ഉണക്കമീൻ കിട്ടിയിട്ടുണ്ട്. മുള്ളൻ എന്നൊക്കെ പറയുന്ന മീനാണ്. ഈ മീൻ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറ് ഉള്ളത് എടുക്കണം, അല്ലെങ്കിൽ ഇത് ചീത്ത ചൊവ ഉണ്ടാകും. നമുക്ക് നല്ലൊരു മുള്ളൻ വറുത്തെടുക്കാം. ആദ്യം ഇത് നല്ല രീതിയിൽ ഉപ്പുണ്ട് ഇതിന്. അപ്പോൾ ഈ ഉപ്പ് കളയാനായിട്ട് നിറയെ വെള്ളം ഒഴിക്കുക. ഇത് ആട്ടപ്പൊടിയാണ്. ഈ ആട്ടപ്പൊടി ഒരു 4 സ്പൂണോളം ഇടാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഈ മീനിൻ്റെ ഉപ്പ് പെട്ടെന്ന് ഈ ആട്ടപ്പൊടി വലിച്ചെടുക്കും. ഒരു 10-15 മിനിറ്റ് നേരം ഇതിങ്ങനെ കിടക്കട്ടെ. നല്ല രീതിയിൽ ഉപ്പുണ്ട്. ഇതിൻ്റെ ഉപ്പ് പെട്ടെന്ന് പോകാനുള്ളൊരു എളുപ്പമാർഗ്ഗമാണ്. ഓരോ മീനും നമുക്ക് ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞെടുക്കാം. അതുപോലെ ഒരു കത്രിക ഉണ്ടെങ്കിൽ കത്തി വെച്ചിട്ടായാൽ അത് അവരവരുടെ സൗകര്യം അനുസരിച്ച് നമുക്കിത് ഇതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞെടുക്കാം. ഇതിൻ്റെ അകത്തെ അഴുക്കൊക്കെ പൂർണ്ണമായിട്ടും പോകണം. വീണ്ടും ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 25 മിനിറ്റോളം ഇതിൽ തന്നെ കിടന്നു. ഇനി ഇത് നല്ല രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാം. ഇതൊന്ന് നല്ല രീതിയിൽ കഴുകിയെടുത്തുകൊണ്ട് വരട്ടെ. ഉണക്കമീൻ നല്ല രീതിയിൽ കഴുകിയെടുത്തു. ഇനി നമുക്കിതൊന്ന് മുളകിടാം. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ സ്പൂണാണ്. മുളക് പൊടിയൊക്കെ ഓരോരുടെ ഇഷ്ടമനുസരിച്ച് എരിവ് കൂട്ടി ഇടണമെങ്കിൽ ഇടാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് നമുക്ക് ഇതിലിട്ടൊന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. ചിലർക്ക് ഉണക്കമീനൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വല്ലാതെ ഗ്യാസ് ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് വെളുത്തുള്ളി ഇടുന്നത്. അത് വളരെ നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, പിന്നീട് അതിലേക്ക് ഇത് അരിപ്പൊടിയാണ്. 1 സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇതിൽ ഉപ്പ് ആവശ്യമില്ല. ഉപ്പ് നമ്മൾ കളഞ്ഞെടുത്തതാണ്. എത്ര കളഞ്ഞാലും കുറച്ച് ഉപ്പ് ഇതിനകത്തുണ്ടാകും. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരുപാട് വേണ്ട. ഇനി നമുക്ക് മീനിട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇതിങ്ങനെ ഇരിക്കട്ടെ. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അരിപ്പൊടിയൊക്കെ ഇട്ടത് കൊണ്ട് നല്ല ക്രിസ്പിനെസ് കിട്ടും. ഇതിങ്ങനെ ഒരു 15 മിനിറ്റ് നേരം ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ മുളകൊക്കെ പുരട്ടി വെച്ചു. ഇനി നമുക്ക് എണ്ണയിൽ വറുക്കാനിടാം. ഇനി നമുക്ക് ഈ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശമായിട്ടുണ്ട്. തീ നമ്മൾ വളരെ കുറച്ചിട്ട് ചെറിയ തീയിലിരുന്നാണ് ഇത് മുരിഞ്ഞ് വരുന്നത്. ഇത് നല്ല രീതിയിൽ ഇപ്പോൾ മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫാക്കാം.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.